ഹായ് ഓൾ അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന പൊറാട്ട കൊണ്ടോ അല്ലെങ്കിൽ ചപ്പാത്തി കൊണ്ടോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊള്ളി ഐറ്റമാണ് ഇന്നത്തെ റെസിപ്പി നോക്കിയാലോ. അതിനായി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക ചതച്ചതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് പൊടി ചേർക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു വലിയ ഉള്ളിയാണ് ഞാനിവിടെ എടുത്തത്. ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഉള്ളി ഒന്ന് വഴന്നു വന്നതിന് ശേഷം ചെറിയൊരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇട്ട് തക്കാളിയൊക്കെ നല്ലോണം വെന്തുടഞ്ഞ് വരുന്നത് വരെ നമുക്ക് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ മാത്രമേ മുളക് പൊടി ചേർക്കുന്നുള്ളൂ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മീറ്റ് മസാല, അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കാം. ശേഷം 1/2 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു മുട്ട കൂടി ചേർക്കുന്നുണ്ട്. മുട്ട മസാലയായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ചിക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ സാധനം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ 4 പൊറാട്ടയാണ് എടുത്തത്. കത്തി കൊണ്ട് നല്ലോണം കൊത്തി നുറുക്കിയതുപോലെ ചെറുതാക്കി മുറിച്ചതാണ് ഇട്ടത്. നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമുക്ക് പൊറാട്ടയ്ക്ക് പകരം ചപ്പാത്തി ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പച്ചക്കറിയൊക്കെ ഇഷ്ടമാവുന്ന ആളുകൾക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം പോലെയുള്ള പച്ചക്കറിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മുട്ട ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത്. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചപ്പാത്തിയൊന്നും ഒരിക്കലും കളയാൻ തോന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.